Dear students, and today also we are discussing the section 4.2. 4.2 theorem 4 വരെയുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Now theorem 5, linearity and monotonicity of integration. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലേ. അത് എന്തിനെ കുറിച്ചായിരുന്നു? linearity and monotonicity of integration തന്നെയായിരുന്നു. പക്ഷേ അവിടെ എഫും ജിയും എന്നൊക്കെ പറഞ്ഞിരുന്നത് സിമ്പിൾ ഫങ്ഷൻസ് ആയി. ഇവിടെ ഫൈയും സൈ ആയിരുന്നു. ഒരു പ്രപ്പോസിഷൻ 2 ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കേസിൽ ലീനിയാരിറ്റിയും മോണോട്ടോണിസിറ്റിയും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ്, അത് യൂസ് ചെയ്തിട്ടാണ് ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് ഓഫ് സെറ്റ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷറാണ്. ഓക്കെ, സിമ്പിൾ മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ ഇത് ശരിയാണ്. അതായത് ഇൻറ്റഗ്രൽ ഓഫ് ആൽഫ ഫൈ പ്ലസ് ബീറ്റ സൈ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഫൈ ഓവർ ഇ ആൻഡ് ബീറ്റ ഇൻറ്റു ഇൻറ്റഗ്രൽ സൈ ഓവർ ഇ എന്ന് പറയുന്നത് ട്രൂ ആണ്. അതേപോലെ മോണോട്ടോണിസിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിലും കൂടി അത് ട്രൂ ആണെന്ന് പറയാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി അറിയാം, മെഷറബിലിറ്റിയുടെ 4 ഫോർമുലാസ് നമുക്കറിയാം അല്ലേ. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ മെഷറബിൾ ആവുന്നത് എന്നറിയാം. എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ, ലെസ് ദാൻ ആൽഫ, ഗ്രേറ്റർ ദാൻ ആൽഫ അല്ലേ. ഇതൊക്കെ മെഷറബിൾ ആവാം. അതേപോലെ ജി ഓഫ് എക്സ് മെഷറബിൾ ആവുന്നത് കേസ് ഇതുപോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും ഓൾറെഡി മെഷറബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫും ജിയും മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ പ്ലസ് ബീറ്റ ജി മെഷറബിൾ ആണ്. ദെൻ ആൽഫ ആൻഡ് ജി എന്ന് പറയുന്നത് ബൗണ്ടഡ് ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, നോം എടുക്കാം, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ആൽഫ, അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ M1, മോഡുലസ് ഓഫ് ജി ലെസ് ദാൻ M2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ആൽഫ എഫ് പ്ലസ് ബീറ്റ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബൗണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ബൗണ്ടഡ് ആണ്. അല്ല, ആൽഫ പ്ലസ് ബീറ്റ ജി എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തൊട്ട് മുമ്പ് തിയറം 4 പറഞ്ഞത് എവരി ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഈസ് ഇൻറ്റഗ്രബിൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ ഓവർ ഈ എഫ് ഡിഫൈൻഡ് ആണ്. ജി ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ ഓവർ ജി ഈസ് ഡിഫൈൻഡ് ആണ്. അതുപോലെ ആൽഫ പ്ലസ് ബീറ്റ ജി നൗ വി ഹാവ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ. സോ വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദാറ്റ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ സെറ്റ് ഇ. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഡിഫൈൻഡ് ആണ് അല്ല, ഇൻറ്റഗ്രലൊക്കെ ഡിഫൈൻഡ് ആണ്, അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 തരത്തിലാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ബീറ്റ ഈക്വൽ ടു 0ക്ക് ഇത് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ഫ്രം ദ ഇൻറ്റഗ്രൽ സൈൻ. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ്. ഇതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സമ്മം കൂടി നമ്മളിതിന് മുമ്പ് അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ. അതിനുശേഷം ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു 1 ട്രൂ ആണെങ്കിൽ ഇപ്പം എന്തായി, സ്കാലർ മൾട്ടിപ്പിൾ ട്രൂ ആണ്. സ്കാലർ മൾട്ടിപ്പിൾ ട്രൂ ആണെങ്കിൽ ബീറ്റയുടെ കേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രൂ ആവും. ആൽഫ ഈക്വൽ ടു 1 ബീറ്റ 1 ഈക്വൽ ടു 1 ട്രൂ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻറ്റഗ്രൽ ഓഫ് സം ഓഫ് 2 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഇൻറ്റഗ്രൽസ് എന്നാണ് അല്ലേ. അങ്ങനെയല്ലേ വരിക, ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ജി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്തുകൊണ്ടാണ്, എഫിന് ട്രൂ ആണെങ്കിൽ ആൽഫ എഫിന് ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ ബീറ്റ ജിക്കും ട്രൂ ആവും ഓട്ടോമാറ്റിക്കായിട്ട്. സമ്മിന് ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വി പ്രൂവ് ദ ലീനിയാരിറ്റി ഫോർ ബീറ്റ ഈക്വൽ ടു 0. തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ ലീനിയാരിറ്റി അതുപോലെ മോണോട്ടോണിസിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് സിമ്പിൾ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ലോവർ ഇൻറ്റഗ്രലോ അപ്പർ ഇൻറ്റഗ്രലോ എങ്ങനെ ഡിഫൈൻ ചെയ്തെന്നൊന്ന് ഓർത്ത് വെക്കാം. നമുക്കതവിടെ ആവശ്യമുണ്ട്. ലോവർ ഇൻറ്റഗ്രൽ എന്തായിരുന്നു? ഇത് ലോവർ ഇൻറ്റഗ്രലാണ്. സുപ്രീമം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റഗ്രൽ ഓവർ ഫൈ അല്ലേ. അപ്പോൾ കുറേ ഇൻറ്റഗ്രൽസിൻ്റെ അല്ലേ സുപ്രീം എടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഫൈ എന്ന് പറയുന്നത് സിമ്പിൾ ആവണം. ഒരു കണ്ടീഷനും കൂടി ഉണ്ടല്ലോ, ഫൈ എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ ആവണം. അപ്പോൾ എഫിനെക്കാട്ടിലും ചെറിയ നമ്മൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുയുടെ കണ്ടീഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഈത്തെ എല്ലാ ഇലമെൻസിനും ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുന്ന തരത്തിലുള്ള എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും കൺസിഡർ ചെയ്ത് അതിൻ്റെ ഇൻറ്റഗ്രൽ ഓഫ് ഫൈ ഓവർ ഇ കണ്ട സുപ്രീമം വാല്യൂ ആണ് ലോവർ. നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓരോ പ്രാവശ്യം ഡെഫിനിഷൻ എഴുതില്ല, കണ്ടീഷൻ നമുക്ക് ഉണ്ടാവണം കേട്ടോ. സുപ്രീമം വാല്യൂ ആണ് ലോവർ എന്ന് പറയുന്നത്. അപ്പർ ഇൻറ്റഗ്രൽ എന്തായിരുന്നു? ഇൻഫീമം. ഇത് അപ്പർ ഇൻറ്റഗ്രലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇൻഫീമം സെറ്റ് ഓഫ് ഓൾ
ഇതേപോലെ എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെയും കളക്ഷൻ എടുത്തതിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുത്തു. ഇൻഫീമം ഓഫ് സച്ച് ഇൻറ്റഗ്രൽസ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? സൈ സിമ്പിളാണ്. അപ്പം വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ അല്ലേ, ഓൺ ഇ. അപ്പോൾ ഈ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഡൊമൈൻ എടുത്തിട്ട് അതിനുള്ളിൽ എഫിനേക്കാളിലും വലിയ എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും എടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂയുടെ ഇൻഫീമം അപ്പർ ലബേക്ക് ഇൻറ്റഗ്രൽ കേട്ടോ. ആ കണക്ഷൻ ഒന്നും മറക്കരുത്. ഇനി നമ്മളത് പറയാം. അപ്പം ഇനി ഈസി ആയിട്ട് കിട്ടും. ഇഫ് psi is a simple function, so is alpha psi. And conversely, എന്തുകൊണ്ടാണ് സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. psi എന്ന് പറയുന്നത് സിമ്പിൾ ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. അപ്പോൾ psi എന്ന് പറയുന്നത് സപ്പോസ് ഒരു A1 A2 എക്സെട്ര AN ആണ് വാല്യൂ എങ്കിൽ ആൽഫ psi എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഏതാ എടുക്കുള്ളൂ? ആൽഫ A1 ആൽഫ A2 എക്സെട്ര ആൽഫ AN എന്ന് പറയുന്ന വാല്യൂസാണ് അസ്യൂം ചെയ്യുക. അതുകൊണ്ട് ആൽഫ psi എന്ന് പറയുന്നത് സിമ്പിളാണ്. തിരിച്ചും അല്ലേ, ആൽഫ സൈ സിമ്പിളാണ്. ആൽഫ സൈ എന്ന് പറയുന്നത് ഇതുപോലെ A1 A2 എക്സെട്ര എന്ന് പറയുന്ന വാല്യൂസാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ സൈ എടുക്കുന്നത് A1 ബൈ ആൽഫ A2 ബൈ ആൽഫ എക്സെട്ര N ബൈ ആൽഫ. അപ്പോൾ അത് ഇഫ് സൈ സിമ്പിൾ ഫംഗ്ഷൻ ആൻഡ് സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ സൈ ഈ സിമ്പിൾ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ലെറ്റ് ആൽഫ ഗ്രേറ്റർ ദാൻ 0. ഇനി ആൽഫ ഗ്രേറ്റർ ദാൻ 0ക്ക് ആൽഫ ലെസ് ദാൻ 0ക്ക് രണ്ട് കണ്ടീഷനായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. പോസിറ്റീവ് ആവുമ്പോൾ ഇൻറ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ അത് വിച്ച് ഇസ് ഈക്വൽ ടു അപ്പർ ലബേക്ക് ഇൻറ്റഗ്രൽ വിച്ച് ഇസ് ഈക്വൽ ടു ലോവർ ലബേക്ക് ഇൻറ്റഗ്രൽ ആണ്. അപ്പോൾ നമ്മുടെ പ്രൂഫിനനുസരിച്ചിട്ടാണ് ഞാൻ അപ്പർ ലോവർ ഇൻറ്റഗ്രലൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് അപ്പർ ലബേക്ക് ഇൻറ്റഗ്രലും ലോവർ ലബേക്ക് ഇൻറ്റഗ്രലും ഈക്വൽ ആണ്. സോ അപ്പർ ലബേക്ക് ഇൻറ്റഗ്രലിൻ്റെ കേസാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പർ എന്തായിരുന്നു? ഇൻഫീമാണ്. എങ്ങനെയുള്ള വാല്യൂസാണ്? എഫിനേക്കാട്ടിലും വലിയ സിമ്പിൾ ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇൻറ്റഗ്രൽ ആൽഫ എഫ് ആണ്, എഫ് അല്ല ആൽഫ എഫ് ആണ്. അപ്പോൾ എന്ത് വേണം? ആൽഫ എഫിനേക്കാട്ടിലും വലിയ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ഒക്കെ കളക്ഷൻ എടുത്ത് അതിൻ്റെ ഇൻഫീമം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻറ്റഗ്രൽ ഓവർ സൈ ഇ ആണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് ആണ്. ഇത്രയും ഭാഗം പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇത് ഇൻറ്റഗ്രബിലിറ്റിയുടെ, ഇത് അപ്പർ ഇൻറ്റഗ്രൽ, അപ്പർ ലബേക്ക് ഇൻറ്റഗ്രൽ. ഓക്കെ, ഇനി അടുത്തത് ഈ ഇൻറ്റഗ്രലിൻ്റെ ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, ആൽഫ സൈ ബൈ ആൽഫ എന്ന് എഴുതാം, തെറ്റില്ലല്ലോ. ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ആൽഫേനെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ആൽഫ പോസിറ്റീവാണ്. ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ രണ്ട് വശത്തും ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്ത ഇനീക്വാളിറ്റി ചേഞ്ച് ആവില്ല അല്ലേ. അപ്പോൾ ആൽഫ ബൈ സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ എഫിനേക്കാട്ടിലും വലിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ കളക്ഷൻ, അതിന് വേണ്ടിയാണ് നേരത്തെ അങ്ങനെ പറഞ്ഞത്. സൈ സിമ്പിൾ ആണെങ്കിൽ ആൽഫ സൈ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ വന്നത് നോക്കിയേ, എഫിനേക്കാട്ടിലും വലിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ കളക്ഷൻ്റെ ഇൻഫീമം എന്ന് മാത്രമേ അവിടെ എടുക്കേണ്ടുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയേ ആൽഫ ബൈ സൈ എന്ന് അപ്പോൾ വരണ്ടേ അല്ലേ. ഇവിടെ സോറി, ആൽഫ ബൈ സൈ അല്ല, സൈ ബൈ ആൽഫ എന്നാണ് ഇവിടെ വരണ്ടേ അല്ലേ. സൈ ബൈ ആൽഫ എടുത്തു. അപ്പോൾ എന്താ വേണ്ടത് നോക്കിയേ, സൈ ബൈ ആൽഫ ഇൻറ്റു ആൽഫ ഉണ്ടല്ലോ, ആ ആൽഫേനെയാണ് ഞാനിവിടെ ഔട്ട് സൈഡ് എടുത്തിട്ടുള്ളത്. ഔട്ട് സൈഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ടേം മാത്രം ഒന്ന് നോക്കാം. അപ്പോൾ ഈ ടേം എന്താ കിട്ടിയിരിക്കുന്നത്? ആൽഫ ഇൻറ്റു ഇൻഫീമം ഓഫ് ഇൻറ്റഗ്രൽ സൈ ബൈ ആൽഫ, വേർ ദിസ് സൈ ബൈ ആൽഫ ഈസ് സിമ്പിൾ ആൻഡ് വി ആർ ടേക്കിംഗ് all the simple functions greater than or equal to f and taking the infimum. Hence, by definition of the Lebesgue integral, we will get like this: integral alpha into integral f over e. Okay? അപ്പോൾ ഇവിടുന്ന് ആൽഫ ഔട്ട് സൈഡ് എടുത്തു എന്നായിട്ടോ. ഇൻറ്റഗ്രൽ ഓവർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ദിസ് കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് എന്നായി. എപ്പോഴാണ്? ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ. ഇനി ആൽഫ നെഗറ്റീവിൻ്റെ കേസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കും കുഴപ്പമുണ്ടായിട്ടുണ്ടാവുക? ആൽഫ നെഗറ്റീവ് ആകുമ്പോൾ ഇതുപോലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും ഈ ആൽഫേനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് ദാൻ ഓർ ഈക്വൽ ടു ആവും. അപ്പോൾ അത് സുപ്രീമാവും. അത് മാത്രമേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. എഗൈൻ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പോലെ ലെബേക്ക് ഇൻറ്റഗ്രൽ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ലെബേക്ക് ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രൽ ആൻഡ് ലോവർ ലെബേക്ക് ഇൻറ്റഗ്രൽ ആണ്. അപ്പോഴാണ് അത് ലെബേക്ക് ഇൻറ്റഗ്രൽ എന്ന് പറയുക. അത് നമ്മൾ അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു. ഇൻഫീമം എങ്ങനെയാണ്?
എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും ഫൈനോ സൈനോ കൊടുത്തോളൂ, നമ്മൾ അടുത്തത് സുപ്രീമത്തിലേക്ക് മാറുന്നതുകൊണ്ട് ഫൈൻ രണ്ടും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൽഫ എഫിനേക്കാട്ടിലും വലിയ എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും എടുത്തു. ദെൻ ഇൻറ്റഗ്രൽ ഫൈ ഓവർ എന്ന് പറഞ്ഞ ഇൻറ്റഗ്രൽസ് ലബേക്ക് ഇൻറ്റഗ്രൽസ് കണ്ടതിൻ്റെ ഇൻഫീമം വാല്യൂ, അതാണ് ബൈ ഡെഫിനിഷൻ ഇൻറ്റഗ്രൽ ആൽഫ എഫ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, അത്ര നമുക്ക് കിട്ടി. ദെൻ നമുക്ക് എന്താ വേണ്ടത്? എഫിൻ്റെ കേസിലാണ് വേണ്ടത്, അതായത് ഇൻറ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് പറയുന്ന കേസിലാണ് വേണ്ടത്. അപ്പോൾ എഫിനേക്കാട്ടിലും വലിയ മെഷറബിൾ സിമ്പിൾ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എഫിനേക്കാളും ചെറിയ സിമ്പിൾ ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടേണ്ടത്. ഇവിടെ ആൽഫ എഫ് ആണ്. അപ്പോൾ ആൽഫ എഫിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സൈ ബൈ ആൽഫ, ആൽഫ നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ട് വശത്തും നെഗറ്റീവ് സൈന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ദ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? -2 ഓട്ടോമാറ്റിക്കായിട്ട് ലെസ് ദാൻ ഈക്വൽ ടു -1 വരില്ല. നെഗറ്റീവാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇൻഈക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാവും. അപ്പോൾ ഇപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത് നോക്കിയേ? എഫിനേക്കാട്ടിലും ചെറിയ എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെയും കളക്ഷൻ എടുത്തു. ദെൻ അങ്ങനെയുള്ള സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ലെബേക്ക് ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം അല്ലേ? അപ്പോൾ എന്താ കിട്ടിയത് ശരിക്കും? അത് ലോവർ ഇൻറ്റഗ്രലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അഗൈൻ ബൈ ഡെഫിനിഷൻ ഓഫ് ലെബേക്ക് ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് ലോവർ ലെബേക്ക് ഇൻറ്റഗ്രൽ ഈസ് ഈക്വൽ ടു അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫൈനെ ഞാൻ ആൽഫ ഫൈ ബൈ ആൽഫ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൽഫ ഇവിടുന്ന് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. ആൽഫയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഫൈ ബൈ ആൽഫ which is equal to alpha integral f over e. Now even if this alpha is positive and negative, we can take that alpha from outside from that integral sign. That is, integral of scalar multiple of a function can be written as scalar multiple of integral of a Lebesgue integral of that function. Okay. അപ്പോൾ നമുക്കത് കിട്ടി. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? സം ഓഫ് ഇൻറ്റഗ്രൽ ഓഫ് സം ഈക്വൽ ടു സം ഓഫ് ദർ ഇൻറ്റഗ്രൽ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോണേ അല്ലേ? അതിന് വേണ്ടിയിട്ട് പറഞ്ഞു ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 1 എന്നുള്ള കേസ്. അപ്പോഴാണ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി എന്നുള്ള ഫോമിൽ ആവുക അല്ലേ? ആൽഫയും 1 ബീറ്റയും 1 ആകുമ്പോൾ ആ കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി സെയിം ടോ നമ്മൾ ലോവർ ലെബേക്ക് ഇൻറ്റഗ്രൽ അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രൽ ഡെഫിനിഷൻ തന്നെയാണ് ത്രൂ ഔട്ട് തിയറത്തിൽ യൂസ് ചെയ്യണേ. ഇവിടെ നോക്കാം, സൈ 1 സൈ 2 എന്ന് പറഞ്ഞത് സിമ്പിൾ ഫങ്ഷൻസ് ആണ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1, ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 2 ഓൺ ഇ. ഓക്കെ, സൈ 1 സൈ 2 സിമ്പിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് മീനിങ് എന്താ? ഇറ്റ് ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. അപ്പോൾ അതിൻ്റെ സമ്മ് എന്തായിരിക്കും? ഓൺലി ടേക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ അത് അസ്യൂം ചെയ്യുള്ളൂ. അതുകൊണ്ട് സൈ 1 പ്ലസ് സൈ 2 സിമ്പിൾ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ആൻഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1, ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 2 ഓൺ ഇ ആണ്. എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1 പ്ലസ് സൈ 2 ഓൺ ഇ. ഇനി അടുത്തതൊന്നും കൂടി ഈ ഒരു ഇൻറ്റഗ്രൽ മാത്രം അടുത്ത ഒരു അരി വായിക്കുന്നതിന് മുമ്പ് ഇത് നോക്കാം. ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി, അതെന്താ വരിക? അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രലിൻ്റെ കേസിൽ എന്താ വരിക? അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രൽ ആവുമ്പോൾ എഫിനേക്കാട്ടിലും വലിയ എല്ലാ സിമ്പിൾ ഫങ്ഷൻസും എടുത്ത് അതിൻ്റെ എല്ലാം ഇൻറ്റഗ്രലിൻ്റെ ഇൻഫീമം, ശരിയാണല്ലോ അല്ലേ? ഇൻഫീമം അങ്ങനെയുള്ള ഒരു എന്താ പറയുക സിമ്പിൾ ഫങ്ഷനാണിത്. ഓക്കെ, എഫ് പ്ലസ് ജിയെക്കാട്ടിലും വലിയ ഒരു സിമ്പിൾ ഫംഗ്ഷനാണിത്. ഇങ്ങനെയുള്ള കുറേ സിമ്പിൾ ഫംഗ്ഷനുകളെടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രൽ എടുത്ത് ഇൻറ്റഗ്രലിൻ്റെ ഇൻഫീമം അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1 പ്ലസ് സൈ 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള അതിൻ്റെ എല്ലാം ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതിനേക്കാളും വലുതാവും. കാരണം എന്താ? ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇൻഫീമാണ് ഇൻറ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ഇൻഫീമം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് അങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ ഇൻഫീമം ഓഫ് ഇൻറ്റഗ്രൽ ഓവർ സൈൻ ആണെങ്കിൽ ഇതത്തെ ഓരോ എലിമെൻറ്റും ഇതാണ് ഇൻറ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഫീമം വാല്യൂ ആയതുകൊണ്ട് ഇതിലത്തെ ഓരോ എലിമെൻറ്റിൻ്റെ കേസിലും ഇൻറ്റഗ്രൽ ഓവർ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എന്ന് വരും. ശരിയാണല്ലോ? അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്തുകൊണ്ട് എഴുതാൻ പറ്റിയത്? നമ്മൾ പ്രൊപ്പോസിഷൻ 2 അനുസരിച്ച് സിമ്പിൾ ഫങ്ഷൻസ് ലീനിയാരിറ്റി ട്രൂ ആണെന്നറിയാം. ഇത് ഇൻറ്റഗ്രൽ ഓഫ് സം ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് ദ റെസ്പെക്റ്റീവ് സം ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതിയത്. ഇത് ബൈ പ്രപ്പോസിഷൻ 2 ദിസ് സെയിം ഓരോ സെക്ഷനിലും പ്രപ്പോസിഷൻ കിട്ടിയപ്പോൾ ഈ സെയിം ഇതിലെ ചാപ്റ്ററിലെ പ്രപ്പോസിഷൻ 2. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഫോർ ദ സം ഓഫ്, ഇപ്പം നോക്കിയാൽ ഒരു ഇനീക്വാളിറ്റി കിട്ടി, ഒരു ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാണ് എനിക്ക് കിട്ടേണ്ടത്. ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ജി എന്നാണ് കിട്ടേണ്ടത് കേട്ടോ.
the greatest lower bound for the sum of integrals on the right hand side as psi1 and psi2 vary among simple functions f less than or equal to psi1 and g less than or equal to psi2 equals integral f over e plus integral g over e. ഈ ആദ്യത്തെ ഇനീക്വാളിറ്റി എങ്ങനെ കിട്ടിയിരിക്കുന്നത്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്സ് അല്ലേ, ഫോർ ദ സം ഓഫ് ഇൻറ്റഗ്രൽസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇൻറ്റഗ്രൽസ് അല്ലേ, ഇത് അല്ലേ. ആസ് psi1 and psi2 വേരി. അപ്പോൾ ഇത് നോക്കിയേ, ഈ കാര്യം നോക്കാം കേട്ടോ, എന്ത് മാത്രം നോക്കിയത്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi1 ആണ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi1 ആണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ എഫിനേക്കാളിലും വലിയ എല്ലാ സിമ്പിൾ ഫങ്ഷൻസും എടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ ഇനിഫീമം വാല്യൂ ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതാം നമുക്ക് വേണമെങ്കിൽ. ഇൻറ്റഗ്രൽ ഓവർ psi1, അതേപോലെ ഇൻറ്റഗ്രൽ ഓവർ ഇ ഇത് എഫ് അല്ലേ, ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ അപ്പർ ലബേക്ക് ഇൻറ്റഗ്രൽ പറയുമ്പോൾ എഫിനേക്കാട്ടിലും വലിയ എല്ലാ സിമ്പിൾ ഫങ്ഷൻസും എടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രൽ അല്ലേ, അതിൻ്റെ ഇൻഫീമം വാല്യൂ ആണ്. ഓക്കെ, സോ ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ ഇ ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി പറഞ്ഞിട്ടുള്ളത് എന്താ നോടി നോക്കി, ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഫോർ ദ സം ഓഫ് ഇൻറ്റഗ്രൽസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ആർ എച്ച് എസിലുള്ള ഈ ഇൻറ്റഗ്രൽസിൻ്റെ കളക്ഷൻ നോക്കാം കേട്ടോ. ഇത് രണ്ടും സെയിം ആണ്. ഇൻറ്റഗ്രൽ ഓവർ ഇ psi1 പ്ലസ് psi2 നത്തിങ് ബട്ട് ഇൻറ്റഗ്രൽ ഓവർ psi1 പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ ഈ psi2. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്, എഫിനെക്കാട്ടിലും വലിയ എല്ലാ സിമ്പിൾ ഫങ്ഷൻസിൻ്റെയും കളക്ഷൻ. അങ്ങനെയുള്ള ഇൻറ്റഗ്രലിൻ്റെ ഇൻഫീമം വാല്യൂ ആണ് എഫ് ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫീമം ആ സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനേക്കാളും ചെറുതായിരിക്കും. ട്രൂ ആണ് അല്ലേ. അതേപോലെയാണ് psi2ൻ്റെയും കാര്യം. അപ്പോൾ ഇൻഫീമം ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ഈ psi1 പ്ലസ് psi2 എന്ന് പറയുന്നത് ആണ് ഇൻറ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ ജി എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി അങ്ങനെയുള്ള, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഫീമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത്. വിച്ച് ഇംപ്ലൈസ് ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് ഇ പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ ജി. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ ലോവർ ബൗണ്ട് ഫോർ ദീസ് സംസ്. ഇനി ഇറ്റ് റിമൈൻസ് ടു പ്രൂവ് ദിസ് ഇനീക്വാളിറ്റി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എടുത്തുള്ള അപ്പർ ലബേക്ക് ഇൻറ്റഗ്രലാണ്. ഇനി നേരത്തെ എടുത്ത പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷന് വേണ്ടി ലോവർ ലബേക്ക് ഇൻറ്റഗ്രൽ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി മറ്റേ ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ phi1 phi2 എന്ന് പറഞ്ഞ രണ്ട് സിമ്പിൾ ഫംഗ്ഷൻസ് എടുത്തു. നേരത്തെ എഫിനെക്കാട്ടിലും വലുത് എടുത്തിട്ടുണ്ടായിരുന്നേ അല്ലേ നമുക്ക് അപ്പർ ലബേക്ക് ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്താ ലോവർ ലബേക്ക് ഇൻറ്റഗ്രൽ എന്തിനാ കണ്ടുകൊടുക്കുന്നത്, ലോവർ ലബേക്ക് ഇൻറ്റഗ്രലും അപ്പർ ലബേക്ക് ഇൻറ്റഗ്രലും ഈക്വൽ ആവും എപ്പോൾ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് കേട്ടോ. അത് ഇൻറ്റഗ്രബിൾ ആണ്. അതെന്തുകൊണ്ടാണ്, സിമ്പിൾ മെഷറബിൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻറ്റഗ്രബിളും ആണ്. അപ്പോൾ നമ്മൾ ഇനി ലോവർ ലബേക്ക് ഇൻറ്റഗ്രലിൻ്റെ കൺസിഡർ ചെയ്യാൻ വേണ്ടി എഫിനേക്കാളും ചെറിയ സിമ്പിൾ ഫംഗ്ഷൻ എടുത്തു ഒരു phi1, ജിയേക്കാളും ചെറിയൊരു സിമ്പിൾ ഫംഗ്ഷൻ എടുത്തു phi2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം ഓട്ടോമാറ്റിക് ആയിട്ട് ചെറുതായിരിക്കും. phi1 പ്ലസ് phi2 സിമ്പിളാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോവർ ലബേക്ക് ഇൻറ്റഗ്രൽ കാണണമെങ്കിൽ എന്താ വേണ്ടത്, എഫ് പ്ലസ് ജിയുടെ ലോവർ ലബേക്ക് ഇൻറ്റഗ്രലാണ് കാണണമെങ്കിൽ എഫ് പ്ലസ് ജിയേക്കാളും ചെറിയ എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും എടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ ആണ് കാണേണ്ടത്. സുപ്രീമം വാല്യൂ ആണ്. അപ്പോൾ സുപ്രീമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും, അതിനകത്തുള്ള എല്ലാ എലമെൻസും ഇതിനേക്കാളും ചെറുതായി വരും, ഈ സുപ്രീമത്തിനേക്കാളും ചെറുതായി വരും. ഇതാണ് ഇപ്പോൾ സുപ്രീമായിട്ട് വരുന്നത് അല്ലേ. സുപ്രീമം വാല്യൂ എന്നല്ലേ നമ്മൾ
ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ജി ഓവർ ഇ എന്ന് പറയുന്നത്? അത് അതിനകത്തുള്ള ഓരോ സെറ്റപ്പ്. ഇത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ്റെ ആണ് ഇത്, ഇൻറ്റഗ്രൽ ഓവർ ഇ φ1 + φ2. അതായത് സുപ്രീമം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റഗ്രൽ, ഇപ്പോൾ ഫൈ എന്ന് കൊടുക്കാൻ ഞാൻ ഫൈ സച്ച് ദാറ്റ്, ഫൈയുടെ പ്രത്യേകത എന്താ? എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഫൈയെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആണ്, ഒപ്പം ഫൈ സിമ്പിളാണ്. അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഇത്. ഓക്കെ, അപ്പോൾ ആ സെറ്റിനകത്ത് ഒരു എലമെൻ്റ് ആണിത്. സുപ്രീം ആയതുകൊണ്ട് അത് വലുതായിരിക്കും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, നൗ ദിസ് ഇസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്രൽ φ1 over e plus integral φ2 over e by the linearity of simple function. The least upper bound, നേരത്തെ പോലെ തന്നെ upper bound for the sum of integrals on the right hand side as φ1 φ2 vary among simple functions. എഫിനേക്കാളും ചെറിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻസും ജിയിനേക്കാളും ചെറിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെയും കളക്ഷൻ എടുത്തു. ഓക്കെ, സോ അപ്പോൾ എന്താ വരിക? എഫിനേക്കാളും ചെറിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ അടുത്ത് ഇൻറ്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സുപ്രീമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് വരുന്നത്. അതുപോലെ ഇൻറ്റഗ്രൽ ഓവർ ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ അപ്പർ ബൗണ്ട് ആവും അല്ലേ, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവും. ഓക്കെ, ദിസ് ഇൻഈക്വാലിറ്റീസ്, പക്ഷേ ഇതാണ് ഇതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ഇൻറ്റഗ്രൽ ഓവർ ഇ, കാരണം ഇത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് ആവുന്നത്. ഇതെന്താണ്? സുപ്രീമം വാല്യൂ ആണ്. ഓക്കെ, സോ ഇൻറ്റഗ്രൽ ഓവർ ഇ f plus g is greater than or equal to integral f over e plus integral over g. So this completes the proof of integration. Simple ആണ്, പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞു പഠിക്കണം കേട്ടോ. ഇനി മോണോട്ടോണിസിറ്റി. മോണോട്ടോണിസിറ്റി എന്താ പറയുന്നത്? എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓൺ ഇ ആണെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ലെസ് ദാൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ജി ഓവർ ഇ എന്ന് പ്രൂവ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി മൈനസ് എഫ്, ഇപ്പോൾ ഇത് പോസിറ്റീവാണ്, ജി മൈനസ് എഫിനെ എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് ഡിനോട്ട് ചെയ്തു. ലീനിയാരിറ്റി അനുസരിച്ച് ഇൻറ്റഗ്രൽ ജി ഓവർ ഇ മൈനസ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ ജി മൈനസ് എഫ് ഓവർ ഇ, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ. ദ ഫംഗ്ഷൻ എച്ച് ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് therefore psi less than or equal to h on e, where psi equal to 0 on e. Since the integral of h equals its lower integral over h less than or over e is greater than or equal to integral over integral psi over e which is equal to 0. Hence ഇത് equal to 0 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എച്ച് നോൺ നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം, കാരണം ജി എഫിനേക്കാളും ഓരോ പോയിന്റിലും. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 2 - 3 എന്നൊക്കെ പറയുകയാണെങ്കിൽ 3 - 2 വരുന്ന നമ്പേഴ്സ് ആണോ? അല്ല കേട്ടോ. ഈത്തെ ഓരോ എക്സ് എടുത്താലും ഫോർ എവരി എക്സിന് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കൊരു റിയൽ നമ്പർ കിട്ടും, ജി ഓഫ് എക്സിൻ്റെ വാല്യൂ റിയൽ നമ്പർ കിട്ടും. പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. നമുക്കറിയാതെ അല്ലേ, നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, നമുക്കറിയാം. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരേ വാല്യൂ ആണെന്ന് കോൺസ്റ്റൻ്റ് ആവണമെന്നൊന്നുമില്ലേ. ഈയുടെ ഏത് ഇലമെൻറ്റ്സ് എടുത്താലും എച്ച് ഓഫ് എക്സ് പോസിറ്റീവാണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എച്ച് നോൺ നെഗറ്റീവാണ്. ഓക്കെ, therefore psi less than or equal to h on e. അപ്പോൾ എനിക്ക് എച്ചിൻ്റെ ഇൻറ്റഗ്രൽ ആണ് ഞാൻ എടുക്കാൻ പോണേ. അപ്പോൾ എച്ചിനെക്കാട്ടിലും വലിയ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കേസിൽ എച്ച് എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്, നമ്മുടെ സൈ എന്ന് പറയുന്നതാണ് സിമ്പിൾ ഫംഗ്ഷൻ. സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് പറയുമ്പോൾ എന്താ വരിക? എച്ചിനെക്കാട്ടിലും ചെറിയ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷൻ എടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രൽ, അതിൻ്റെ സുപ്രീമാണ് ലോവർ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻറ്റഗ്രൽ ഓഫ് എച്ച് എന്ന് പറയുന്നത് ലോവർ ഇൻറ്റഗ്രലിനോട് ഈക്വൽ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈ എന്ന് പറഞ്ഞ സിമ്പിൾ ഫംഗ്ഷൻ 0 ആണ് വരിക അല്ലേ. സോ ഇത് അതിൻ്റെ എന്താ പറയുക, സുപ്രീമോ ആണ്. സോ ഇൻറ്റഗ്രൽ ഓവർ എച്ച് ഓവർ ഇ എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈ ഓവർ ഇ എന്ന് വരും. ഇത് 0 ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ ഓവർ എച്ച് ഓവർ ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഈ കംപ്ലീറ്റ് ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇൻറ്റഗ്രൽ ഓവർ ഇ ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് ഓവർ ഇ എന്ന് വരും. ഓക്കെ, ദെൻ കൊറോളറി 6. F be a bounded measurable function on a
സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ. സപ്പോസ് ഇവിടെ നേരത്തെ ഒരു മിനിറ്റ്, നേരത്തെ പ്രോബ്ലത്തിൽ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. നേരത്തെ കേസ് ഒന്ന് നോക്കിയേ, എച്ച് പോസിറ്റീവാണ്, എച്ച് നോൺ നെഗറ്റീവാണ്. അപ്പോൾ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. 0 ഫംഗ്ഷനും ഒരു സിമ്പിൾ ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓൺ ഇ എന്നെടുത്താൽ സൈ ഈക്വൽ ടു 0 ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓൺ ഇ എന്ന് എഴുതാം. ഓക്കെ, ഇനി എച്ചിൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെയുള്ള എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും എടുത്ത് അതിൻ്റെ ലോവർ ഇൻറ്റഗ്രൽ വേണമെങ്കിൽ എടുക്കാം. എച്ചിനെക്കാട്ടിലും ചെറിയ സിമ്പിൾ ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ലോവർ ഇൻറ്റഗ്രൽസ് ആണ് എടുക്കുന്നത്. ലോവർ ഇൻറ്റഗ്രൽ ഡെഫിനേഷനിലേക്കാണ് പോകുന്നത് അല്ലേ. അങ്ങനെയുള്ള സെറ്റുകളുടെ സുപ്രീമം വാല്യൂ ആണ് ലോവർ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അതിനകത്ത് ഒരു ഇലമെൻ്റ് ആണ് നമ്മുടെ ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ എന്ന് പറയുന്നത്. ഒരു ഇലമെൻറ്റ് കേട്ടോ. കാരണം സൈ സിമ്പിൾ ഫംഗ്ഷൻ ആണ്, സൈ എച്ചിനേക്കാളിലും വലുതാണ്. സോറി, സൈ എച്ചിനേക്കാളും സൈ ലെസ് ദാൻ ഈക്വൽ ടു എച്ച് ആണ്. ദാറ്റ് ഇസ് എച്ച് സൈയേക്കാളും വലുതാവുന്ന തരത്തിലുള്ള സിമ്പിൾ ഫംഗ്ഷൻസിൽ ഒരെണ്ണമാണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീമം വാല്യൂ അതിൽ ഓരോന്നിനേക്കാളും വലുതായിരിക്കും. ഇൻ പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ ഓവർ സൈയേക്കാളിലും വലുതായിരിക്കും. ഓക്കെ, അത് സൈ 0 ആയതുകൊണ്ട് നമ്മുടെ ഇൻറ്റഗ്രൽ ഓവർ സൈയും 0 ആണ്. ഓക്കെ, ദെർഫോർ ദിസ് നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് integral f over e less than or equal to integral g over e.